നമ്മുടെ ചാലിശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സരസ്മേളയിൽ പോയപ്പോൾ ഞാനെടുത്ത കുറച്ച് ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭകരുടെയും അതുപോലെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതുപോലുള്ള സംരംഭകരുടെ സാധനങ്ങളൊക്കെയാണ് പ്രദർശനത്തിനും വിൽപ്പനക്കുമായിട്ടും വെച്ചിട്ടുള്ളത്. നമുക്ക് തൊട്ടടുത്ത് നമുക്ക് ചാലിശ്ശേരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പോയി കാണാനും എളുപ്പമാണ്. ഇന്നലെയൊക്കെ സൺഡേ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ അതുപോലെ വണ്ടിയൊക്കെ കുറേ ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊക്കെ അവിടെ എത്താൻ കഴിഞ്ഞത്. സ്വന്തം കഴിവുകളും പരിശ്രമവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന നിരവധി വനിതാ സംരംഭകരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മരം, മണ്ണ്, ലോഹം, അതുപോലെ വ്യത്യസ്തമായ സാധനങ്ങളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ചാർ മുതൽ പലതരത്തിലുള്ള വെറും അച്ചാറല്ല കേട്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകൾ, പിന്നെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നമുക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യമൊക്കെ പോയി ടേസ്റ്റ് ചെയ്യാൻ വേണ്ട അത്രയും സാധനങ്ങളുണ്ട് അവിടെ. പിന്നെ ഓരോ സാധനങ്ങളും അവർ വളരെ വ്യത്യസ്ത, പണ്ടത്തെ പോലെന്നല്ല, നല്ല പാക്കിങ്ങും ഒക്കെ. അതാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം. നല്ല പാക്കിങ്ങും വളരെ രീതിയിൽ പ്രൊഫഷണലായിട്ട് തന്നെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുന്നൊക്കെ നമുക്ക് ഒരു കുടുംബശ്രീ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പാക്കിങ്ങിലൊക്കെ കുറച്ച് പിന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ വളരെ നല്ല രീതിയിൽ പാക്കിങ്ങും വ്യത്യസ്തമായിട്ടുള്ള പാക്കിങ്ങും ഒരു ഹാൻഡ് മെയ്ഡ് എന്നുള്ള ഫീൽ കിട്ടുന്നത് തന്നെ, അതേസമയം തന്നെ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുടുംബശ്രീ സംരംഭങ്ങളൊക്കെ വളരെ മുന്നോട്ടാണ് എന്നറിയുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ കൈത്തറി തുണിത്തരങ്ങളുണ്ട്, ബാഗുകൾ, ചെരുപ്പുകൾ, മിക്കതും എല്ലാതും ഈ ചെറുകിട ഉത്പാദകരുടെ പ്രോഡക്റ്റുകളാണ്. അത് നമുക്ക് നിത്യ ഉപയോഗത്തിനൊക്കെ വേണ്ട സാധനങ്ങളാണ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഈ ലുങ്കിയൊക്കെ വാങ്ങിച്ചു, അതായത് നമ്മുടെ കുത്താമ്പുള്ളി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. കാരണം പുറത്തുനിന്നൊക്കെ ഒരു നല്ല, കാരണം എനിക്ക് നല്ല ഹൈറ്റുള്ള ലുങ്കി വേണം. അപ്പോൾ അതൊക്കെ ഒരു 250-260 രൂപയൊക്കെ വിലയുള്ള സാധനം ഇവിടെ ഞാൻ വാങ്ങിയത് 130 രൂപക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും വില കുറവും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഭക്ഷണങ്ങളിലെ ഒരു മേള ഉണ്ട്, അതായത് വേറൊരു ഫുഡൊക്കെ ഉള്ളൊരിത്. അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പോയിരിക്കേണ്ട ഒരു ഇതാണ്. കാരണം അത്രയും നമ്മൾ മലപ്പുറം തൊട്ടിട്ട് കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം, ഈ ഓരോ ജില്ലയുടെയും വ്യത്യസ്തമായ രുചികൾ നമുക്കവിടെ ആസ്വദിക്കാം. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ മഹാരാഷ്ട്ര, ആസാം, അവരുടെയൊക്കെ സ്റ്റാളുകളുണ്ട്. ഇത്തരം മേളകളൊക്കെ ഇതുപോലുള്ള ചെറുകിട ബിസിനസ്സുകാരൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്കൊക്കെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനും അത് അവർക്കൊരു ജീവിക്കാൻ വേണ്ട വരുമാനം കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. അതുകൊണ്ട് എല്ലാവരും പറ്റാവുന്നവരൊക്കെ പോയി കാണണം, അവിടുത്തെ ഭക്ഷണങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങണം എന്നാണ് ഒരു അഭ്യർത്ഥന ഉള്ളത്.